ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഭാരതത്തിലെ നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണത്തെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെയുള്ള തിരിച്ചടിയാണിത്. ഇവിടെ KSIDC കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച അതേ ഹർജി പേരുമാറ്റി അതേപടിയാണ് കർണാടകയിൽ കൊണ്ട് സമർപ്പിച്ചത്. ഇവിടെ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലൊന്നും ആരോപിക്കാൻ കഴിയില്ല. കാരണം ഈ കേസിൽ വീണ വിജയനും SFIയും കോടതി മാത്രമേ ഇൻവോൾവ് അല്ലൂ. ഞങ്ങളാരും കർണാടക കോടതിയിൽ പരാതിക്കാരായോ അല്ലാതെ ഇല്ല. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി അങ്ങേയറ്റം സന്തോഷകരമാണ്. ഇത് നീതിയിലേക്ക് അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ അന്വേഷണ ഏജൻസിക്ക് കൂടുതൽ ഊർജം നൽകുന്ന വിധിയാണ്. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്. പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDCയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു, കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനമുണ്ട് എന്നതാണ് യാതൊരു. ഇതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി. അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അന്വേഷണം തടസ്സപ്പെടുത്താൻ കർണാടക ഹൈക്കോടതിയിൽ പോയ മുഖ്യമന്ത്രിയുടെ മകൾക്ക് തിരിച്ചടിയായി ഉത്തരവ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് തടസ്സമില്ല. വിധിപ്പകർപ്പ് നാളെയേ കിട്ടൂ. എങ്കിലും എക്സാലോജിക്കിന്റെ ഹർജി തള്ളിയതോടെ SFIക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. രേഖകൾ വിളിച്ചു വരുത്താം. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യ ഇടപാടെന്ന CPM ന്യായീകരണം ഇനി എങ്ങനെ വിലപ്പോകും? 1.72 കോടിയും കടന്ന് അന്വേഷണം സീരിയസ് ഫ്രോഡ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കളങ്കിതരെ പൂട്ടുമോ SFI? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവർ ചേരുകയാണ്. ഷോൺ ജോർജിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ അരവിന്ദ് P. ദത്തർ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇതൊരു സീരിയസ് ഫ്രോഡ് അല്ല എന്നായിരുന്നു. ആ വാദത്തിന്റെ മുനയൊടിക്കുന്നതല്ലേ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്? തീർച്ചയായിട്ടും മഞ്ജുഷേ, ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അത് ശതകോടികളുടെ മാത്രം ആവണമെന്നില്ല. ഇതിൻ്റെ പൂർണ്ണമായ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ശതകോടികളുടെ അന്വേഷണത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ അക്കൗണ്ടിലേക്ക് മറ്റു ചില കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുള്ളതിനായി രേഖകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകാത്തൊരു ലോജിക്ക്, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾക്ക് മടിയിൽ കനമില്ല, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, ഏത് അന്വേഷണം വേണമെങ്കിലും വന്നോട്ടെ, എത്ര ഏജൻസികൾ വേണമെങ്കിലും വന്നോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് KSIDCയുടെ മറവിൽ 50 ലക്ഷം രൂപ കൊടുത്ത് വൈദ്യനാഥൻ എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് സുപ്രീം കോടതി വക്കീലിനെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ വാദിക്കുന്നു, ഓൺലൈനായിട്ട് വീണ വിജയന്റെ പേരിലും അവരുടെ കമ്പനിയുടെയും പേരിൽ കർണാടക ഹൈക്കോടതിയിൽ വാദിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കാൻ യാതൊരു മടിയുമില്ല. എനിക്ക് പറയാനുള്ളത്, നിരന്തരം കള്ളം പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ നേതാക്കന്മാരുടെ നാവ് ആദ്യം തന്നെ സാനിറ്റൈസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ കൈ സാനിറ്റൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി നിയമസഭയ്ക്ക് കളങ്കം ചാർത്തുന്ന രീതിയിൽ കള്ളം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കാനാണെന്നാണ് ആളുകളുടെ വിചാരം. അങ്ങനെയല്ല, മകളെ സംരക്ഷിക്കാനല്ല, അദ്ദേഹത്തിന് സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, മുഖ്യപ്രതിയാണ്. നമ്മൾ ഈ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്, അവര് കൊടുത്തിരിക്കുന്ന അവരുടെ
അപേക്ഷ പ്രകാരം അതിൽ കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വീണ വിജയനോട് ഇതുവരെ ROCയോ അല്ലെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡോ മറ്റേ ഒരു അന്വേഷണ ഏജൻസികളും വീണ വിജയനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, അവരുടെ ഭാഗം കേട്ടിട്ടില്ല എന്നൊക്കെയാണ് CPMന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വീണ വിജയൻ തന്നെ ബാംഗ്ലൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. നിരന്തരം 2021 ജനുവരി 29 മുതൽ ഈ കഴിഞ്ഞ 8-ാം തീയതി വരെ 2024 ഫെബ്രുവരി 8-ാം തീയതി വരെ 15ഓളം പ്രാവശ്യം നിരവധിയായിട്ടുള്ള ROC മുതൽ SFIO വരെയുള്ള അന്വേഷണ ഏജൻസികൾ വീണ വിജയനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ വീണ വിജയൻ പ്രതിനിധി അയച്ചിട്ടുണ്ട്, വീണ വിജയന്റെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ വീണ വിജയൻ തന്നെ നേരിട്ട് ഹാജരാകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസ്റ്റുകാരെ കൂടി ഇലിഭ്യരാക്കുന്ന രീതിയിൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയന്റെ ഭാഗം കേട്ടിട്ടില്ല, വീണ വിജയന്റെ കമ്പനിയുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന്. ഒരുപാട് പേരുടെ രക്തം ചിന്തിയ പാരമ്പര്യമുള്ള പാർട്ടി ഓഫീസ് ഇവരുടെ കമ്പനി സ്ഥാപിക്കാനുള്ള കെയർ ഓഫ് അഡ്രസ് ആക്കി വെച്ചുകൊണ്ട് സ്ഥാപിച്ച ഒരു കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അടിമപ്പണിയെടുക്കുന്ന അധമ വേലയിലേക്ക് CPMന്റെ നേതാക്കന്മാർ മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇവർക്ക് പേടിയില്ലെങ്കിൽ അന്വേഷണത്തെ നേരിടണ്ടേ? പേടിയില്ലാത്തവർ എന്തിനാ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വിളിച്ച മുഖ്യമന്ത്രിയുടെ മകൾ? പ്രഗത്ഭനായ അഭിഭാഷകനെ വെച്ചുകൊണ്ടാണല്ലോ എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയിൽ കേസ് നടത്തിയത്. അതിൽ തന്നെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിലാണ് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ടാണല്ലോ UAPAക്ക് സമാനമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞു ശതകോടികളുടെ കാര്യം വന്നാലേ അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല എന്ന്. ഇതേ കാര്യമാണ് കോടതിയിൽ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. 1.72 കോടിയുടെ ഇടപാട് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ശതകോടികളുടെ ഇടപാടില്ല. അതിന് അദ്ദേഹം താരതമ്യം ചെയ്ത് സഹാറ ഇടപാടാണ്. അതുപോലെയുള്ള ഇടപാടൊന്നുമല്ല എന്ന് കോടതി എടുത്ത് ദൂരെ കളയുകയാണ് ഉണ്ടായത്. അതാണല്ലോ കോടതിയുടെ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ടും നാളെ വരികയുള്ളൂ. ഒറ്റ സെന്റൻസിൽ കോടതി വിധി പറയുകയാണ് ഉണ്ടായത്, പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന്. പെറ്റീഷനിലെയും വാദത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സീരിയസ് ഫ്രോഡ് അല്ല ഈ കേസ് എന്ന്. അതുപോലെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, UAPAക്ക് സമാനമായ രീതിയിൽ അന്വേഷിക്കുകയാണ്, ഏത് സമയവും അറസ്റ്റ് ചെയ്യുവാൻ പോലുമുള്ള സാഹചര്യമാണ് എന്നൊക്കെ. ഈ വാദങ്ങളെല്ലാം തള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ SFIOയെ ഭയന്നുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകാതെ കർണാടകത്തിലേക്ക് പോയതിൻ്റെ ഒരനുഭവം കൂടി ഉണ്ടാവുകയാണല്ലോ ഇവിടെ. അല്ല, തീർച്ചയായിട്ടും ഇതിൽ കേരള ഹൈക്കോടതിയിൽ ഈ വീണ വിജയന്റെ കമ്പനി തുടങ്ങുന്നത് തന്നെ AKG സെന്റർ കെയർ ഓഫ് അഡ്രസ് ആയിട്ട് വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് അവര് ഈ കേരള ഹൈക്കോടതിയിൽ പോകാതിരുന്നത്? അവർ അതിന് വാദത്തിന് വേണ്ടി പറയുന്നത് കമ്പനിയുടെ ആസ്ഥാനം അവർ പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്താണെന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ വീണ വിജയന് കുറച്ചുകൂടി കുരുക്ക് മുറുകപ്പെടുകയാണ്. ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നു, അന്വേഷണം നടക്കട്ടെ എന്ന്. ഇനി അന്വേഷണ ഏജൻസികൾ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി സംരക്ഷണത്തിലാണ് അന്വേഷണം നടത്താൻ വരുന്നത്. ഇനി ഇവർ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകണ്ടേ? അന്വേഷണത്തെ ഭയമില്ല എന്ന് പറയുന്നവർ എന്തിനാണ് രാജ്യത്തെ കോടതികൾ കയറി ഇറങ്ങി നടക്കുന്നത്? ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ, ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഭാഗമായിട്ടുള്ള രേഖകൾ, സപ്പോർട്ടിംഗ് എവിഡൻസ് മുഴുവൻ ഇവർക്ക് ഹാജരാക്കാൻ പാടില്ലേ? ഇവരെന്തിനാണ് വീണ്ടും സാവകാശം ചോദിക്കുന്നത്? KSIDCയോട് രേഖകൾ ചോദിക്കുമ്പോൾ അവരും ചോദിക്കുന്നു 2 ആഴ്ചത്തെ സമയം. എന്തിനു വേണ്ടിയിട്ടാണ്? രേഖകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് മനസ്സിലാകുന്നില്ല. കോമൺ മാന്റെ ലോജിക്കിന് മനസ്സിലാകാത്ത രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി ഇവരുടെ വക്കീൽ തന്നെ പറയുന്നു ശതകോടികളുടെ തട്ടിപ്പല്ല നടത്തിയെന്ന്. അതിന്റെ അർത്ഥം എന്താ? ചെറിയ കോടിയുടെ തട്ടിപ്പാണ് നടത്തിയെന്നാണോ? അങ്ങനെയാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? എത്ര കോടി രൂപയുടെ ആയാലും, 1 രൂപയുടെ ആണെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറുപടി പറയണ്ടേ? ഇവിടെ വീണ വിജയൻ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണ്. പൊതുമരാമത്ത് മന്ത്രിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ എന്ന് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓണാശംസകൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ നാട്ടിലെ ആളുകളെ മുഴുവൻ ഇളിഭ്യരാക്കുന്ന രീതിയിൽ മന്ത്രിയും മന്ത്രിയുടെ മരുമോൻ മന്ത്രിയും ഒക്കെ കൂടി ഇങ്ങനെ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം നിങ്ങളും പറയുന്നുണ്ട്. ഇന്ന് VD സതീശൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ല നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് 2019 CMRLന്റെ ഓഫീസിൽ നിന്ന് രേഖകൾ അവിടെ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അന്വേഷണങ്ങൾ നടക്കുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നതിന് ശേഷം CMRL ഫൈൻ അടച്ചതിന് ശേഷമൊക്കെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ, മാധ്യമങ്ങളടക്കം ഇത് അറിയുന്നത്. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അതിനുശേഷവും ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം തന്നെ ഇത് അഴിമതിയാണ്, കള്ളപ്പണം വെളുപ്പിക്കലാണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അതിനുശേഷം
അതിനുശേഷം ബാംഗ്ലൂർ ROCയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. ആ ROCയുടെ അന്വേഷണ റിപ്പോർട്ട് എന്താണ്? അതിലും പറയുന്നു CBIയോ EDയോ അന്വേഷിക്കണമെന്ന് തന്നെയാണ്. അതിനുശേഷം മൂന്ന് ROCകൾ ചേർന്ന് ഒരു സമിതി അന്വേഷിക്കണമെന്ന് തീരുമാനമെടുക്കുന്നു. അതിന് 4 മാസം സമയം കൊടുക്കുന്നു. അതിനിടയിൽ SFIO അന്വേഷണം നടത്തുന്നു. ഏത് അന്വേഷണം വേണമെങ്കിലും നടന്നോട്ടെ, ഇത്രയും രേഖകൾ കൺമുന്നിൽ എവിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ പിന്നെ എന്തിന് 8 മാസത്തെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൽ സംശയകരമാണ്. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആ ഏജൻസിയുടെ അവരുടെ സത്യസന്ധതയെ അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ സംശയിക്കുന്നില്ല. പക്ഷേ ഇതിൽ BJPക്ക് കൃത്യമായിട്ടുള്ള കുറെ റോളുകളുണ്ട്. ഇതിനേക്കാൾ ഗുരുതരമായില്ലാത്ത കേസുകളിൽ പോലും EDയും CBIയും ഒക്കെ കയറി ഇറങ്ങുന്ന സാഹചര്യം മറ്റു പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കേസിൽ അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൈകൾ എത്തുന്ന എല്ലാ തട്ടിപ്പിലും അഴിമതിയിലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോൾ ആ ഗേറ്റിംഗ് വരുമ്പോൾ വണ്ടി തിരിച്ചു കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ 8 മാസത്തെ കാലാവധി കൊടുക്കുന്നത് CPMഉം BJPയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അതിനപ്പുറത്ത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാനുള്ള മുഴുവൻ രേഖകളും ഈ മുഴുവൻ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലുണ്ടല്ലോ. കോടതികളുടെ പോലും നിരീക്ഷണത്തിന് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ബാംഗ്ലൂർ ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി ഈ കേസെടുത്ത് വലിച്ചെറിഞ്ഞത്, വീണ വിജയന്റെ ഹർജി തള്ളിക്കളഞ്ഞത്? മറ്റൊരു അനുകൂല നിലപാടുമില്ലാതെ തള്ളിക്കളയല്ലേ? അന്വേഷണം തുടരട്ടെ എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മുഴുവൻ രേഖകളും വീണ വിജയന്റെ കമ്പനിക്കും വീണ വിജയനും എതിരാണ്. അത് മാത്രമല്ല കേരളത്തിലെ പ്രോമിനന്റ് പേഴ്സൺ ആയിട്ടുള്ള PV എന്ന പിണറായി വിജയനും എതിരാണ് എന്നുള്ള സത്യമാണ് അതിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകുടി, SFIOയ്ക്ക് ഇങ്ങനെ ഒരു അനുവാദം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുന്നത് എത്രമാത്രം സഹായകരമാകും? അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അല്ല, അന്വേഷണം മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ള പോലെ ചില സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഈ 2019 ഇതിന്റെ ടൈം ലൈൻ നോക്കിയാൽ ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യം പുറത്തു വന്നിട്ട്. കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. 2019 ശേഷം ഇത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ പോയി അതിന്റെ വിധി ഒരു പത്രത്തിൽ, മുഖ്യധാരാ പത്രത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്, അതിന്റെ വാർത്ത ഒരു പത്രം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടെ കേരളത്തിലെ BJP നേതാക്കൾ പോലും അറിയുന്നത്. ഇവിടെ എപ്പോഴും പത്രസമ്മേളനങ്ങളൊക്കെ വിളിക്കുന്ന നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ പോലും അപ്പോഴാണ് അറിയുന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ ഷോൺ ജോർജ് BJPയിൽ ചേരുന്ന ദിവസമാണ് SFI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ROCയുടെ റിപ്പോർട്ടുകൾ, വളരെ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഈ സമയമെടുക്കുന്നു. ഈ ഷോൺ ജോർജ് ആദ്യത്തെ പരാതി കൊടുക്കുന്നതിന് മുൻപ് കമ്പനികാര്യ മന്ത്രാലയം തന്നെ ഒരു അന്വേഷണം നടത്തുന്നില്ല. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നു എന്ന് പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് പ്രത്യക്ഷമായിട്ട് തട്ടിപ്പ് നടന്നു. ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഇതൊരു ഷെൽ കമ്പനി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാൻ, വെള്ളപ്പണമായിട്ട്, വൈറ്റ് മണിയായിട്ട് കൈക്കൂലി കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പണ്ട് ഓർമ്മയുണ്ടോ, മഞ്ജുഷിന് ഓർമ്മയുണ്ടോ, ഈ അധിക കാലമൊന്നും ആയിട്ടില്ല, 10 വർഷം മുമ്പാണ്, 2014 ഒക്ടോബറിൽ അന്ന് KM മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇവിടെ ഈ ആഷിഖ് അബുവിനെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒരു ഫണ്ട് പിരിവൊക്കെ നടത്തിയിരുന്നു. എന്താണ്, അദ്ദേഹത്തിന് 50 രൂപ അയച്ചു കൊടുക്കുകയാണ്, എല്ലാവരും 50 രൂപ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ഇങ്ങനെ ആരെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഈ CPMന്റെ ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിലുള്ള ഒരു ഡോമിനൻസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ മുഖ്യമന്ത്രി പ്രത്യക്ഷമായിട്ടും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും ഇവിടെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകടനം നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ BJPയുടെ കാര്യം പിന്നെ പരിതാപകരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ മുഖ്യധാരയിൽ ഈ മാധ്യമങ്ങൾ ഇപ്പോഴും ഇവിടെ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ ഇത് ചർച്ചയാകുന്നത്. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഈ കേസിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇതിൽ ഇടപെട്ടത് ആരൊക്കെയാണ് എന്നറിയാവുന്നതാണല്ലോ. മാത്യു കുഴൽനാടൻ കുറെ കാര്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു, കുറെ രേഖകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഒരു നിയമ പോരാട്ടം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് UDFും കോൺഗ്രസും അടിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഷോൺ ജോർജ് വന്നതിൽ പിന്നെയാണ്. ഇപ്പോൾ ഷോൺ ജോർജിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പറയാം ഷോൺ BJPയിലേക്ക് പോയല്ലോ, അപ്പോൾ ആരുടെ ആയിരുന്നു ആ തന്ത്രം എന്നൊക്കെ. ഷോൺ ജോർജ് വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡ് ഇതിന് കൈവന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന ഈ BJPക്കാരെവിടെ പോയി? അവരും ഒരു നിയമ പോരാട്ടത്തിനും ഇതിൽ പോയില്ല.
അല്ല, ഇത് ഈ നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച് കുറേ ആരോപണങ്ങൾ, അവരൊരു പുസ്തകം പോലും എഴുതി ചില മന്ത്രിമാർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ പുസ്തകത്തിനെതിരെയോ അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയോ കോടതിയിൽ പോകാതെ അതെല്ലാം ഒരു ചമ്മലുമില്ലാതെ ഒരു നാണവുമില്ലാതെ കേട്ടിരുന്ന് അതിനെതിരെ ഒരു പ്രതികരണം പോലും നടത്താൻ, അവരെ BJP-കാരിയായിട്ട് മാത്രം അവരെ സംഘി ചാപ്പയടിച്ചതിന് അപ്പുറം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ വീണ്ടും ഇതുപോലെ ഒരു കേസ് വന്ന് ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഇവിടെ എങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരു നയമാണ് സ്വീകരിക്കുന്നതെന്ന് വരുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്ത് അഴിമതി, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം നമുക്കറിയാം, 2014 ശേഷം മന്ത്രിമാർ രാജിവെക്കില്ല. എന്ത് അഴിമതി വന്നാലും അവർ ഇംഗ്ലീഷിൽ പറയും ബ്രേസനിങ് ഇറ്റ് ഔട്ട് എന്ന്, ബ്രേസൻ ഇറ്റ് ഔട്ട്. അതുപോലെ ഉള്ള ഒരു കാര്യമാണ്. എന്ത് വന്നാലും ഒരു നടപടിയും സ്വീകരിക്കില്ല. അത് കോടതിയിൽ പോയി അല്ലെങ്കിൽ മറ്റ് പല ഉപാധികളും ഉപയോഗിച്ച് പരമാവധി അത് നീട്ടി അത് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാമോ. ഈ CPM-ന്റെ സഹയാത്രികരും CPM-ന്റെ ഈ ആഷിഖ് കപൂറിനെ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, എന്തായാലും അതുപോലെയുള്ള കുറേ ആൾക്കാരെയൊക്കെ ഇവിടെ കവികളെയും സാംസ്കാരിക നായകരെയും ഒക്കെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഇവിടെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് CPM ഇവിടെ എടുക്കുന്ന ഒരു സമീപനം. അതിന് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കേസ് ഇത്ര ഗുരുതരമായതുകൊണ്ടാണ്. ഇത് പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു ആരോപണമല്ല, കിംവദന്തികളല്ല, ഏതെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതല്ല. ഇതൊരു പ്രത്യക്ഷമായിട്ടൊരു അഴിമതി കേസ് തന്നെയാണ്. അത് മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ടെത്തുകയാണ്. എന്നിട്ട് CPM എന്ന പാർട്ടി ഇന്നലെ CPM-ന്റെ വലിയ നേതാക്കളെല്ലാം വലിയ തോതിൽ പറയുന്നുണ്ടായിരുന്നു, വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു, ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ പുറകെ ഞങ്ങൾ പോയില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ചില്ല എന്ന്. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു കാര്യം മാറ്റി നിർത്തിയാൽ CPM കേരളത്തിൽ എടുക്കുന്ന സമീപനവും അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ദില്ലിയിൽ എടുക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെയൊക്കെ നടത്തുന്ന സമീപനവും കേരളത്തിലെ സമീപനവും തമ്മിൽ എന്താണ് ഇത്രയും വ്യത്യസ്തമായിരിക്കുന്നത്? പണ്ടൊക്കെ എന്ന് വെച്ചാൽ CPM എന്ന് പറഞ്ഞാൽ ഒരു തത്വദീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് ഒരു മന്ത്രി ഒരു ആരോപണം നേരിട്ടാൽ രാജിവെക്കുക എന്നുള്ളതായിരുന്നു സമീപനം. ഒന്നാം പിണറായി സർക്കാരിൽ തന്നെ 2-3 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. KT ജലീലിന്റെ രാജി വളരെ ലേറ്റായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുപോലും ആ KT ജലീലിന്റെ രാജി പോലും എങ്ങനെയാണ് ലോകായുക്ത സിറിയക് ജോസഫിനെ കൊണ്ട് അത് നീട്ടിവെപ്പിച്ചത്, അത് പുറത്തു വരാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് നമുക്കറിയാം. ഇതുപോലെ എല്ലാ ജസ്റ്റിസ് മണികുമാർ, ചീഫ് ജസ്റ്റിസ് മണികുമാറിന് എന്തിനാണ് കോവളത്ത് റാവിസ് ഹോട്ടലിൽ ഒരു വിരുന്ന് കൊടുത്തത്, ഒരു പ്രൈവറ്റ് വിരുന്ന് കൊടുത്തത്? അദ്ദേഹം ഈ റോസ്റ്റർ മാനേജ് ചെയ്ത് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ജഡ്ജിമാരുടെ അടുത്ത് കേസ് എത്തിക്കാതിരുന്നത് കൊണ്ടാണോ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ? ഈ ഒരു സർക്കാർ എല്ലാ സംവിധാനത്തെയും ദുരുപയോഗം ചെയ്തിട്ട് ഇവിടെ ഒരു ജനകീയ പ്രതിരോധം ഉയർത്താൻ കോൺഗ്രസിനോ UDF-നോ BJP-ക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഇവിടുത്തെ സിവിൽ സൊസൈറ്റിക്കോ കഴിയുന്നുണ്ടോ? ഇവിടെ മാധ്യമങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ CPM സഹയാത്രികനെ അഡ്വക്കേറ്റ് BN ഹസ്കർ ഈ ചർച്ചയിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിലിപ്പോൾ പ്രത്യക്ഷമായിട്ടും ഇതൊരു രേഖകൾ വെച്ചുള്ള കളിയാണ്. രേഖകൾ കൃത്യമായിട്ട് പുറത്തു വന്നതുകൊണ്ടാണ് ഈ ആരോപണം വന്നത്. ഇത് ആരോപണമല്ല, ഇത് തെളിവ് സഹിതമുള്ള കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഇന്ന കാര്യം ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുകയല്ല ഉണ്ടായത്. പ്രത്യക്ഷത്തിൽ തെളിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് മുന്നിൽ വരുമ്പോഴും ഈ അന്വേഷണത്തിന് തടസ്സം നിൽക്കാൻ കോടതികൾക്ക് കഴിയില്ല. എത്രയൊക്കെ വാദമാണ് തടസ്സവാദമായിട്ട് ഉന്നയിച്ചത് എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ, പക്ഷേ കോടതി ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്നതിനുള്ള പ്രത്യക്ഷ തെളിവാണ് ഇന്നത്തെ ഉത്തരവ്, ഒറ്റവാചകത്തിലുള്ള ഉത്തരവ്. വിധിപ്പകർപ്പ് കിട്ടിയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിന് നാളെ വരെ കാത്തിരിക്കേണ്ടിയും വരും. ഇപ്പോൾ CPM ഉയർത്തി എല്ലാ പ്രതിരോധങ്ങളെയും തകർക്കുന്ന രീതിയിലായിപ്പോയല്ലോ ഇന്നത്തെ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതുപോലെ ധാർമ്മികത ഒരു ഘടകമാണെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ ഒരു അന്വേഷണം നേരിടുന്നത് ശരിയല്ല. CPM-ന്റെ ഒരു നയം വെച്ച് നോക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല. മഞ്ജുഷ, ഇതില് അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തില് ഡോക്ടർ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാൻ കഴിയുക: ഭരണപരമായ പ്രവർത്തനം ആഗ്രഹിച്ച ഫലങ്ങൾ നേടുന്നതിനെ വേണ്ടിയുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതലാകരുത്. ഇവിടെ ഡോക്ട്രിൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നാം കരുതാൻ. നമുക്ക് ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ആ ആഗ്രഹം അതിന്റെ ഫലത്തേക്കാൾ കൂടുതലുള്ള ആഗ്രഹമായി മാറരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, വിമർശകർ ലക്ഷ്യം വെക്കുന്നത് സഖാവ് പിണറായി വിജയനെയാണ്.
ഇവിടെ 1.72 കോടി രൂപയുടെ അവസാനം ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ നിയമപരമായ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ആ നിയമപരമായ പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഇന്ന് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗരാജ് പ്രസന്നയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. ആ ഉത്തരവ് ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മാത്രമാണ്. ഇനി ഡിവിഷൻ ബെഞ്ചും മറ്റു ഉപരിക്കോടതികളും ഒക്കെ നിലവിലുണ്ട്. അത് എക്സാലോജിക്ക് എടുക്കേണ്ട തീരുമാനമാണ്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എടുക്കേണ്ട തീരുമാനമാണ്. അവർക്ക് വീണ്ടും കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകണോ അതോ വീണ്ടും അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോകണോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ മാത്രം നിൽക്കുന്നതാണ്. നമുക്കറിയാം കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മുമ്പാകെ വന്നിട്ടുള്ള സെറ്റിൽമെന്റ് ബോർഡിൽ വന്നിട്ടുള്ളത് 135 കോടി രൂപ തങ്ങളുടെ സ്ഥാപനം നടത്തുന്നതിനു വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർക്കും നൽകി എന്നുള്ളതാണ്. ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണ് എന്ന് നമുക്ക് എന്തുകൊണ്ട് ഇപ്പോഴും മനസ്സിലാകുന്നു. അല്ല അതെ ഈ 135 കോടിയുടെ അന്വേഷണമാണ് നടക്കുന്നത്, അല്ലാതെ 1.72 കോടിയുടെ അന്വേഷണം മാത്രമല്ല നടക്കുന്നത്. അത് ഞാനും സമ്മതിക്കുന്നു. കാരണം SFIO കോടതിയിൽ പറഞ്ഞു ഈ 1.72 കോടിയുടെ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്മിസ് ചെയ്യിക്കാനാണല്ലോ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ശ്രമിച്ചത്. അപ്പോൾ SFIO പറഞ്ഞു അതിൽ ഒതുങ്ങുന്നതല്ല എന്ന്. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീണ വിജയനെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരെ മാറ്റി നിർത്താൻ പറ്റുന്നത്? ഇത് CMRൽ നടത്തിയിട്ടുള്ള ഭീമമായ ക്രമക്കേട്, അതിൽ മുഖ്യമന്ത്രിയുടെ മകളും ഭാഗഭാക്കാകുന്നു. അതെന്തിനു വേണ്ടി ഇടപെടുന്നു? ഫേവർ കിട്ടുന്നതിന് വേണ്ടി. CMRൽ കമ്പനിക്ക് അനധികൃതമായി ഫേവർ കിട്ടുന്നതിന് വേണ്ടി. എന്താണ് ഫേവർ? കരിമണലാണ് അവിടുത്തെ ഫേവർ. അതിന് തടസ്സമില്ലാതെ വരുന്നതിന് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കാര്യം. പണം കൊടുക്കുന്നു, സേവനം നൽകുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ഇതറിയാവുന്ന കാര്യമാണ്, രേഖകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. മഞ്ജുഷ, ഞാൻ അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോട് ആദ്യം വിയോജിക്കുന്നത് ഒരു കാര്യത്തിലാണ്. നിങ്ങൾ ഇപ്പോഴും ശ്രീമതി വീണ വിജയൻ എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഞാൻ എന്റെ അന്വേഷണത്തിലോ അങ്ങ് അന്വേഷിച്ചാലോ വീണയുടെ പേര് വീണ വിജയൻ എന്നല്ല, വീണ ടി എന്നാണ് ഔദ്യോഗിക നാമം, അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടി എന്നാണ് ഔദ്യോഗിക നാമം. നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വീണ വിജയൻ എന്ന് പറയുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനാവും. അതിന്റെ പേരിന്റെ വാലറ്റത്തുള്ള വിജയനെയാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നല്ല, മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമായിരിക്കണം എന്ന് നാട്ടുകാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ആ പേരെടുത്തവിടെ നിന്ന് മാറ്റിവെച്ചിട്ട് കാര്യമാകുന്നത് എങ്ങനെയാണ്? ശ്രീ BN ഹസ്കർ, ശരി, തൈക്കണ്ടിയിൽ എന്ന് പറയാം. ഞാനും മുൻപായി ഉത്തരവ് വായിക്കുമ്പോൾ ഞാൻ വീണ തൈക്കണ്ടിയിൽ എന്ന് തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വീണ വിജയൻ എന്ന് പറയുമ്പോഴാണ് നാട്ടുകാർക്കും പെട്ടെന്ന് അറിയുവാൻ കഴിയുന്നത്. അതിലെന്താണ് തെറ്റുള്ളത്? മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഈ ഇടപാട് അത് സത്യസന്ധമാണെന്ന് തെളിയണം. ഒരു അലിഗേഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അങ്ങനെയല്ല. കേരള ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ മുഴുവൻ നിങ്ങൾ പരിശോധിക്കും. സഖാവ് EMS തന്റെ സ്വന്തം സമ്പാദ്യങ്ങൾ, പൈതൃകമായി കിട്ടിയ സമ്പാദ്യമെല്ലാം പാർട്ടിക്കും പൊതുപ്രവർത്തനത്തിനും വേണ്ടി ചെലവഴിച്ച ആളാണെന്ന കാര്യത്തിൽ നിസ്സംശയം ആർക്കും എതിരഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. സഖാവ് EMSനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ മാലതിയുടെ MBBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമം സ്ഥാപനം ഒരു വാർത്ത പടച്ചുണ്ടാക്കി. ആ ഡോക്ടർ മാലതിക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി സഖാവ് EMS വഴിവിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്ത. അത് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ സഖാവ് EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സഖാവ് EK നയനാരുടെ മരുമകനെ ചേർത്ത് കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും അന്ന് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. കായംകുളം സ്പിരിറ്റ് ലോബി എന്നുള്ളത് അങ്ങ് ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. ചരിത്രത്തിലേക്ക് മൺമുറഞ്ഞു പോയ സംഭവമാണ്. EK നായരുടെ മരുമകനെ ചേർത്ത് അന്ന് വാർത്തകൾ സൃഷ്ടിച്ചത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുമാണ്. അത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിച്ച് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന സമയത്ത് VS അച്യുതാനന്ദന്റെ മകന് IHRDയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനം നൽകി എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം ഉണ്ടായി. അതിനുശേഷം കയർ ഫണ്ടിന്റെ MD സ്ഥാനത്തേക്ക് VSന്റെ മകൻ വന്ന ഘട്ടത്തിൽ അത് ആരോപിച്ചുകൊണ്ട് വലിയ തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷം സഖാവ് പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ
പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ ആ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിനിടയിൽ താങ്കൾ വിസ്മരിച്ചു പോകുന്ന മറ്റു മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങൾക്കെതിരെയും ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ട്. അവരെല്ലാം ആരോപണത്തിന്റെ നിഴലിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം അതിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ കൈകൾ അക്കാര്യത്തിൽ ശുദ്ധമല്ല. നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെ. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ CMRLന്റെ കാര്യം എടുത്തു പറയുമ്പോൾ അതിൽ ആരുടെ കൈകളാണ് ശുദ്ധമെന്ന് വെറുതെ ഒരു കമ്പാരിസൺ നടത്തി നോക്കൂ. ഇപ്പോൾ 2004 അനുമതി കിട്ടിയതാണ് കരിമണൽ ഖനനത്തിന് വേണ്ടി CMRLനും KREMLനും അവരുടെ പ്രൊമോട്ടറായ. ആ അനുമതി ആ സമയത്ത് തന്നെ ഫ്രീസ് ചെയ്യപ്പെട്ടു. UDF സർക്കാർ കൊടുത്തു. UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഫ്രീസ് ചെയ്തു. പിന്നെ വന്ന VS സർക്കാർ CMRLന് അനുകൂലമായിട്ട് ഒരു നടപടിയും എടുത്തില്ല. പക്ഷെ ദുരൂഹമാകുന്ന ഇടപാടുകൾ മുഴുവനും നടന്നത് 2016നും 2019നും ഇടയ്ക്കാണ്. ഏറ്റവും ഒടുവിൽ വ്യവസായ മന്ത്രി P രാജീവ് പറയുകയാണ് 2020 തന്നെ ആ അനുമതി റദ്ദാക്കിയല്ലോ എന്ന്. ഞങ്ങളൊരു രേഖ പുറത്തുവിട്ടിരുന്നു 2023 ഡിസംബർ 18 എന്ന്. അപ്പോൾ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാതെ വളർത്തിയത് ആരാണ്? 2016 മുതൽ 2019 വരെ ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയിരുന്ന ആ കാലം, CMRLൽ നിന്ന് പണം വാങ്ങിയിരുന്ന ആ കാലം, അന്ന് CMRLന്റെ ഈ അപേക്ഷകൾ ആരുടെ മുൻവശമായിരുന്നു? ആരുടെ മുന്നിലായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആയിരുന്നല്ലോ. ഒരിക്കലല്ല മഞ്ജുഷ്, ഇതിൽ ചരിത്രം അങ്ങ് പരിശോധിക്കും. 2004 AK ആന്റണി മന്ത്രിസഭയാണ് സ്വകാര്യ ഖനനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നത്. നമുക്കറിയാം, സ്വകാര്യ ഖനനത്തിന് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്ഥാപനത്തിന്, ആ വ്യക്തിക്ക് നിയമപരമായി അതിന്മേൽ നടപടിയെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും നയം സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്നതിന് അനുമതി നൽകുന്നതിന് യോജിക്കുന്ന തരത്തിലായിരുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ 2016 മുതൽ 19 വരെ ആ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിന് AGയുടെ നിയമോപദേശത്തിന് വിട്ടു? എന്തിനാ അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി 2023 ഡിസംബർ 18 വരെ കാത്തിരുന്നു? എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടിന്റെ ഉള്ളറ രഹസ്യങ്ങൾ മുഴുവനും പുറത്തു വന്ന് വിവാദമായി ആകെ നാശമായ സമയത്തല്ലേ ഈ അപേക്ഷ റദ്ദാക്കിയത്, ഈ അനുമതി റദ്ദാക്കിയത്, ഇനി കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്? അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് കരിമണൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം, സ്വകാര്യ മേഖലയെ അവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് വ്യവസായ നയത്തിൽ പറയുന്നു. അതിനുമപ്പുറം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നു, സ്വകാര്യ മേഖലയ്ക്ക് ഇതുവരെ കൊടുത്തിരിക്കുന്ന അപേക്ഷകളെല്ലാം റദ്ദാക്കണമെന്ന് 2019 ഫെബ്രുവരി മാർച്ചിൽ. എന്നിട്ടും എന്തിനായിരുന്നു ആ കാത്തിരിപ്പ്? അവിടെയാണ് ദുരൂഹത. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതേ സമയത്ത് തന്നെയാണ് CMRLൽ നിന്ന് എക്സാലോജിക്കും മുഖ്യമന്ത്രിയുടെ മകളും പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. അതിനാണ് പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ നയം പോലും മാറ്റിവെച്ചുകൊണ്ട് എന്തെല്ലാം സാധ്യതകളാണ് ആ സമയത്ത് പരിശോധിച്ചത്? മുഖ്യമന്ത്രി മറുപടി പറയണം. നിയമസഭയിൽ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ലല്ലോ. ഇങ്ങനെ അവിടെ ഉന്നയിക്കുവാനായിട്ട് പ്രതിപക്ഷം ശ്രമിച്ചപ്പോൾ പറ്റില്ലെന്നല്ലേ സ്പീക്കർ പറഞ്ഞത്? അതെന്തുകൊണ്ടാണ്? ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് പറയേണ്ടത് മുഖ്യമന്ത്രി. മഞ്ജുഷേ, നമുക്ക് ഇതിന്റെ ചരിത്രത്തിന്റെ നാൾവഴികളിലേക്ക് ഒന്ന് പോയേ മതിയാകും. 2004 സെപ്റ്റംബർ മാസം 14 തീയതിയാണ് CMRLന് 4 ലീസ് കരാറുകൾ നൽകുന്നത്. ആ 4 ലീസ് കരാറുകൾ നൽകുന്നത് അന്ന് UDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ AK ആന്റണി. അങ്ങ് പറഞ്ഞതുപോലെ 10 ദിവസം മാത്രമേ ആ കരാറിന് പ്രാബല്യമുണ്ടായിരുന്നു. 10 ദിവസം കഴിയുമ്പോൾ ആ കരാർ റദ്ദ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ റദ്ദ് ചെയ്യപ്പെട്ടതെന്ന് അറിയാമോ? ആലപ്പാട്ടും അതുപോലുള്ള തീരദേശ മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വലിയ സമരം, ആ വലിയ സമരത്തെ തുടർന്നാണ് അങ്ങനെ ആ കരാറുകൾ റദ്ദ് ചെയ്യപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, ആ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റും ഈ കരാറിന് വിരുദ്ധമായി തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. അതിനുശേഷം CMRL കേന്ദ്ര മൈനിങ് ട്രിബ്യൂണലിൽ പോകുന്നു. സ്വാഭാവികമായും ഒരു സ്വകാര്യ ഖനനാനുമതി ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിന്, വ്യക്തിക്ക് കേന്ദ്ര മൈനിങ് ട്രിബ്യൂണലിൽ പോകുന്നതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ മൈനിങ് ട്രിബ്യൂണലിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ റദ്ദ് ചെയ്തു എന്നുള്ളതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് കേന്ദ്ര മൈനിങ് ട്രിബ്യൂണൽ അത് തള്ളുന്നു. അതിനെ തുടർന്ന് അവർ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് CMRന് അനുകൂലമായി ഉത്തരവിടുന്നു. അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ആ ഡിവിഷൻ ബെഞ്ചും
സിംഗിൾ ബെഞ്ചിന്റെ അനുകൂലമായ വിധിക്ക് അനുകൂലമായി തന്നെ ഒരു നിലപാടെടുക്കുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ ഒരു തരത്തിലും ഇടപെടാനാകില്ല എന്ന അർത്ഥത്തിൽ CMRന് അനുകൂലമായിട്ട് ഒരു വിധി വരുന്നു. ആ വിധി വന്നതിനു ശേഷം 2019 മാർച്ച് മാസം 19-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള അമെന്റ്മെന്റ്, നിയമത്തിലുള്ള അമെന്റ്മെന്റ് വരുന്നു. ആ അമെന്റ്മെന്റിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2018 സംസ്ഥാന സർക്കാരിന്റെ 2018 സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയം അങ്ങ് പരിശോധിക്കൂ. ആ വ്യവസായ നയത്തിലും ഖനനം നൽകുന്നതിന് ആലപ്പാട്ടും അതുപോലുള്ള തീരദേശ മേഖലയിലും അനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകരുത് എന്നുള്ളതാണ് 2018 സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയം. അതിനെ തുടർന്ന് 2019 സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പ് ഏപ്രിൽ 12-ാം തീയതി CMRൽ നൽകിയിട്ടുള്ള കരാറുകൾ മരവിപ്പിച്ചുകൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കും. ആ ഉത്തരവിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ് 2023 ഡിസംബർ മാസം 18-ാം തീയതി 2023 ഡിസംബർ മാസം 18-ാം തീയതി അങ്ങ് പറയുന്ന, അല്ലെങ്കിൽ അങ്ങും മറ്റു മാധ്യമ പ്രവർത്തകരും പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സ്വാഭാവിക നടപടിക്രമമായി മാത്രമാണ് അതിനെ കാണേണ്ടത്. 2019 ഏപ്രിൽ 12-ാം തീയതി പ്രാബല്യത്തിൽ വന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ ചില ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊണ്ട് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന CPIM-നെയും CPM-ന്റെ താങ്കൾ പറഞ്ഞതിൽ അല്ലല്ല, ലോജിക്കലായിട്ട് വളരെയധികം തെറ്റുകളുണ്ട് കേട്ടോ. ഈ ഉത്തരവ് റദ്ദായത് 2023 ഡിസംബർ 18 എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല 2018 സംസ്ഥാനത്തിന്റെ വ്യവസായ നയത്തിന്റെ ഇംഗ്ലീഷ് വെർഷനിലും മലയാളം വെർഷനിലും വ്യത്യസ്ത വാചകങ്ങൾ ഇടം പിടിച്ചു. ഇംഗ്ലീഷ് വെർഷനിൽ ഇല്ലാതിരുന്ന സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിട്ട് എന്ന രീതിയിലുള്ള ഭാഗം എന്തിനാണ് അതിന്റെ ആവശ്യം? അവിടെ 2016 സുപ്രീം കോടതി ഏപ്രിൽ 8 വിധി പറഞ്ഞപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, CMRന് അനുകൂലമായിരുന്നു കാര്യങ്ങൾ, അവർക്ക് അനുമതി കൊടുക്കാം, കാരണം സ്വകാര്യ മേഖലയ്ക്കും ആകാം. പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിൽ സേ ഉണ്ട്, കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം കൊടുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ 2004 ആ അനുമതി, ഫ്രീസ് ചെയ്യപ്പെട്ടിരുന്ന അനുമതി പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു. എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തില്ല? അത് കാത്തിരുന്ന് 2019 വരെ എത്തിച്ചു. വ്യവസായ നയം വന്നു, അന്നേരവും ചെയ്തില്ല. 2019 കേന്ദ്ര നിർദ്ദേശം വന്നു, പറ്റില്ല സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ കമ്പനികൾക്കും. എന്തിനു വെയിറ്റ് ചെയ്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, CMRനെ ഒരു സംയുക്ത സംരംഭമായിട്ടോ പൊതുമേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംരംഭമായിട്ടോ വരുത്തി തീർക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ള ആ ഒരു ചർച്ചകൾ ആ സമയത്ത് പുരോഗമിക്കുകയായിരുന്നു. അല്ലെങ്കിൽ മറുപടി പറയട്ടെ മുഖ്യമന്ത്രി, അതല്ല എന്ന്. KREML ആണല്ലോ അവരുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. CMRലിന്റെ പ്രൊമോട്ടർ എന്ന വാക്കാണ് ആ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ അവരാണല്ലോ മൈനിങ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പൊതുമേഖല കളി അവിടെ നടന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് കേന്ദ്ര സർക്കാർ അതും പൊളിച്ചു. എന്നിട്ട് 2020 AG നിയമോപദേശം കൊടുത്തിട്ടും എന്തിനു കാത്തിരുന്നു? വീണ്ടും അത് ഫൈനലായിരുന്നുവല്ലോ, രാജീവ് പറഞ്ഞല്ലോ അതോടുകൂടി അവസാനിച്ചെന്ന്. എന്നിട്ട് ഉത്തരവ് വരാൻ എന്തുകൊണ്ട് 3 വർഷങ്ങൾ എടുത്തു? അതിനുള്ള മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അല്ല, 2019 ഏപ്രിൽ 12 വ്യവസായ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് കൂടി അങ്ങ് പരിശോധിക്കും. ആ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നു, CMRലിന് നൽകിയിട്ടുള്ള കരാറുകൾ മാത്രമല്ല, സംസ്ഥാനത്തെ സ്വകാര്യ വ്യവസായ ഖനനാനുമതി നൽകിയിട്ടുള്ള എല്ലാ ഉത്തരവുകളും ഒരേ സമയം അറ്റോമിക് എലമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഖനനാനുമതികളും റദ്ദ് ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവ്. അതിനുശേഷം 2023 അതിനുശേഷം എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് തീരുമാനമെടുത്തു. 2019 താങ്കൾ പറഞ്ഞ ഡേറ്റ് ഏപ്രിൽ ആണെന്നാണ് എന്റെ ഓർമ്മ. തീരുമാനമെടുത്ത ശേഷം അല്ലല്ല, എന്താണ്, ഏത് ഡേറ്റ് ആണ്? അത് ഏപ്രിൽ 12. പിന്നെ എന്തിനാണ് അത് വ്യവസായ മന്ത്രി വഴി മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയും അവിടെ ഒരു നോട്ട് രൂപാന്തരപ്പെട്ടു വരികയും ചെയ്തത് AGയുടെ നിയമോപദേശത്തിന് വിടാൻ? അവിടെയാണ് ദുരൂഹത. അല്ലല്ല, മുഖ്യമന്ത്രിക്ക് അത് വിളിച്ചു വരുത്തേണ്ട, കാരണം മുഖ്യമന്ത്രിക്ക് ഫയലുകൾ വിളിച്ചു വരുത്താം. പക്ഷേ വ്യവസായ വകുപ്പ് തീരുമാനമെടുത്ത കാര്യത്തിൽ മുഖ്യമന്ത്രി ഈ ഫയൽ വിളിച്ചു വരുത്തുന്നു എന്ന് പറയുമ്പോൾ അതേ സമയത്താണ് CMRലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ നടന്നുകൊണ്ടിരുന്നത്. അതാണ് പൊതുസമക്ഷം മറുപടി പറയേണ്ടത്. അത്രേ ഉള്ളൂ.
പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ആണ്, മുഖ്യമന്ത്രിക്ക് വിളിച്ചു വരുത്താം. മുഖ്യമന്ത്രിക്ക് പക്ഷെ അല്ലല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി മറുവശത്ത് സംഭവിക്കുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ, CMRലും എക്സാലോജിക്കുമായുള്ള ഇടപാട് നടക്കുന്നത് ഇതേ കാലഘട്ടത്തിലാണ്. അത് പൊതുജനത്തിന് അറിയില്ലല്ലോ, അവരതറിഞ്ഞത് ഇപ്പോഴാണ്. അല്ലാതെ മുഖ്യമന്ത്രി അവിടെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. മുമ്പ് PT തോമസ് നിയമസഭയിൽ പറഞ്ഞപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? കുടുംബത്തോട് കളിക്കരുത് എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഇടപാട് നടന്നിരുന്നു, ജനങ്ങൾ അറിയാതെയുള്ള ഇടപാട് കൂടിയാണിത്. ആ സമയത്ത് മുഖ്യമന്ത്രി എന്തിനു വിളിച്ചു വരുത്തിയെന്ന ഒറ്റ സംശയമേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന എക്സാലോജിക് CMRL ഇടപാട്. അന്വേഷിക്കട്ടെ, SFIO അന്വേഷിക്കട്ടെ. ജിൻഡോ, മഞ്ജുഷേ, ഇതിൽ ഈ ഹസ്കറിനെ പോലെയുള്ള ആളുകളൊക്കെ എത്ര പ്രയാസപ്പെടുക. വീണ വിജയൻ ഈ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ് എന്ന് പറയാൻ ഇതേവരെ, ഇത്ര മാസങ്ങളായി കേരളത്തിൽ ചർച്ച നടന്നിട്ട് ഇതേവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല. അത്ര രഹസ്യമായിട്ടുള്ള കരാറ് പ്രകാരമുള്ള രഹസ്യമായിട്ടുള്ള സേവനമാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇത്ര വിലപിടിപ്പുള്ള ഒരു സേവനം കൊടുത്ത് ഈ പാർട്ടിയുടെ അന്ത്യം കാണുന്ന രീതിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിക്കല്ല് തോണ്ടുന്ന രീതിയിലേക്ക് പോയിട്ട് പോലും വീണ വിജയൻ CMRL കൊടുത്ത സേവനം എന്താണെന്ന് പുറത്തു പറയാൻ ഇവർക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ ചോദ്യം. പിന്നെ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനി ഉണ്ടാക്കിയത് തന്നെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ആവശ്യത്തിന് തട്ടിപ്പൊക്കെ നടത്തി കഴിയുമ്പോൾ പൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കടലാസ് കമ്പനിയാണ്. ഇതിന്റെ ഓരോ നാൾ വഴിയും പരിശോധിച്ചാൽ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്കൊക്കെ വിവരങ്ങൾ ഇപ്പോഴാണ് കിട്ടുന്നത്. കിട്ടിയ വിവരങ്ങളെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പരിശോധിച്ചാൽ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത് തന്നെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടേണ്ട പണം മകളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയും മകളുടെ കമ്പനിയുടെ അക്കൗണ്ട് വഴിയും മേടിക്കുക. ബാങ്ക് അക്കൗണ്ട് വഴി മേടിച്ചാൽ അത് കള്ളപ്പണമല്ല, അത് ലീഗൽ മണിയാണെന്ന് പറയുന്ന ന്യായീകരണത്തിലേക്ക് ഇവർ പോവുക. നാളെ ആളുകൾ മുഴുവൻ കള്ളപ്പണവും അഴിമതി പണവും ഒക്കെ ബാങ്ക് അക്കൗണ്ടിലൂടെ മേടിച്ചാൽ, അല്ലെങ്കിൽ മറ്റേ ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ മേടിച്ചാൽ അത് ലീഗലായി മാറും എന്നാണ് CPMന്റെ സഹയാത്രികന്മാരൊക്കെ ഇപ്പൊ പറയുന്നത്. രണ്ടാമത്തത്, ഹസ്കർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ വിജയൻ എന്നല്ല, വീണ തൈക്കണ്ടിയിൽ എന്ന് പറയണം. വീണയുടെ വാലറ്റത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഭയം. ഞങ്ങൾ വീണയുടെ വാലറ്റത്തെ കുറിച്ചിട്ടല്ല ഞങ്ങളുടെ ഭയം. വീണയുടെ വാലറ്റം തൈക്കണ്ടിയിൽ നിന്നോ വിജയനിൽ നിന്നോ അല്ലെങ്കിൽ റിയാസ് എന്നോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണ്. പൊതുമരാമത്ത് മന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കൊടുത്തപ്പോൾ ഭാര്യയുടെ വരുമാനത്തെ കുറിച്ചിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. അത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണ്, ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളായിരിക്കെ തന്നെ അവർ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നുണ്ടല്ലോ. അവർ തൈക്കണ്ടിയിൽ വീണ എന്നുള്ളതിന് പകരം അവർ മുഖ്യമന്ത്രിയുടെ കൂടെ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നു. മുഖ്യമന്ത്രി അനുഭവിക്കുന്ന സർവ്വ സൗകര്യങ്ങളും സന്നാഹങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള വീണ വിജയൻ തൈക്കണ്ടിയിൽ വീണയായിക്കൊള്ളട്ടെ, വിജയൻ വീണയായിക്കൊള്ളട്ടെ, ആരായാലും ഞങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുമ്പോൾ അവരുടെ ഇനിഷ്യലിനെ വാലറ്റത്തെ പിടിച്ചല്ല നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇനി അങ്ങനെ വെറും ഒരു വീണയാണെങ്കിൽ, തൈക്കണ്ടിയിൽ വീണയാണെങ്കിൽ ഇവർക്ക് എങ്ങനെ AKG സെന്റർ കെയർ ഓഫ് അഡ്രസ് വെച്ച് കമ്പനി തുടങ്ങാൻ സാധിച്ചു? കേരളത്തിലെ സാധാരണപ്പെട്ട CPMന്റെ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനോ സഖാവിനോ അതുപോലെ അനുവദിക്കോ? നിങ്ങൾ സമ്മതിക്കോ? ഏതെങ്കിലും ഒരു DYFIക്കാരനെ സമ്മതിക്കോ? ഒരുപാട് പേരുടെ ജീവിതം നിങ്ങൾ കളഞ്ഞതല്ലേ? സമരമൊക്കെ ചെയ്ത് ഒരുപാട് പേരെ വഴിയാധാരമാക്കിയതല്ലേ? അതിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് AKG സെന്റർ കെയർ ഓഫ് അഡ്രസ് ആയിട്ട് വെച്ച് ഒരു IT കമ്പനി തുടങ്ങാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കില്ലല്ലോ. അപ്പൊ ഒരു പ്രത്യേക ആനുകൂല്യം, ആ പ്രത്യേക പ്രിവിലേജ് കിട്ടിയ ആളാണ് വീണ വിജയൻ. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയൻ എന്ന് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ പഴയകാല CPM നേതാക്കന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞ് കോൾമയർ കൊള്ളിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാത്തുണ്ണി മാഷിനെ, സഖാവ് ചാത്തുണ്ണിയെ എന്തിനാ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കിയത്? എന്തിനാ തരം താഴ്ത്തിയത്? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത കാര്യമാകാണ്. എന്നിട്ട് പോലും സാമ്പത്തിക കാര്യത്തിൽ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ തരം താഴ്ത്തിയത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സഖാക്കന്മാരെ നിങ്ങൾ തരം താഴ്ത്തിയിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൾക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരാൾ പോലും CPMൽ അവശേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത് നിങ്ങൾ കരിമണൽ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കിയതിന്റെ ചരിത്രം പറയുന്നു. കരാറുണ്ടാക്കിയത് AK ആന്റണി സർക്കാരിന്റെ കാലത്താണ്. അത്
അതുമായി ബന്ധപ്പെട്ട അന്ന് സമരങ്ങൾ ഉണ്ടായിരുന്നു. 10 ദിവസത്തിനിപ്പുറം ആ കരാർ റദ്ദാക്കുന്നു. നിങ്ങൾ CPM-ന്റെ മാത്രം ഇടതുപക്ഷത്തിന്റെ മാത്രം സമരം എന്നൊക്കെ താങ്കൾ പറഞ്ഞു. ആലപ്പുഴയിലെ MP ആയിരുന്ന VM സുധീറിന്റെ ഒപ്പം കോൺഗ്രസ് നേതാക്കന്മാർ കൂടി പങ്കെടുത്ത് VS അച്യുതാനന്ദനും MA ബേബിയും ഒക്കെ നേതൃത്വം കൊടുത്ത ജനകീയ സമരം അങ്ങനെ പറയണം. എല്ലാ സമരത്തിന്റെയും ക്രെഡിറ്റ് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ആണെന്ന് പറഞ്ഞ വാരിപ്പൊത്തല്ലേ? അങ്ങനെ വാരിപ്പൊത്തണമെങ്കിൽ 2019 കേന്ദ്ര ഗവൺമെന്റിന്റെ നയം വന്നതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് 2023 ഡിസംബർ 18 വരെ കാത്തിരുന്നു? നിങ്ങൾ കൊടുത്ത കരാറ് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ നയപരിപാടികൾ പിൻവലിക്കാൻ 4-5 വർഷം നിങ്ങൾ കാത്തിരുന്നില്ലേ? ഇനി 2016 സുപ്രീം കോടതി വിധിയെ നിങ്ങൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അവിടെ കരാറ് പിൻവലിക്കേണ്ട, പക്ഷേ സർക്കാരിന് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള അനുവാദം കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ചെയ്തോ? കരിമണൽ കർത്തയ്ക്ക് ഓരോ കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും തോട്ടപ്പള്ളിയിൽ സമരം നടക്കുന്നു. 1000 ദിവസം പിന്നിട്ട സമരം തോട്ടപ്പള്ളിയിൽ നടക്കുന്നു. നിങ്ങൾ എന്ത് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടിയാണ് അവിടുത്തെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത്? അവിടെ തോട്ടപ്പള്ളിയിലെ പുറക്കാട് പഞ്ചായത്തിലെ ആളുകളുടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി, നിങ്ങൾ എന്ത് അനുഭാവമാണ് കാണിച്ചത്? ശ്രീ ആനന്ദ് കൊച്ചുകൂടി, എന്താണ് ഈ സേവനം? അതാണല്ലോ പ്രധാനമായിട്ടും വരിക. ഈ അന്വേഷണത്തിലും ഈ സേവനത്തിന്റെ കാര്യമാണ് ഏറ്റവും അധികം. സേവനം നൽകാതെ ഇത്രയും പണം വാങ്ങിയതിനെ കുറിച്ചുള്ള അന്വേഷണമാണ്, അതിലാണല്ലോ തുടക്കം വരുന്നത്. ഇപ്പോഴും ആ 2016-19 കാലഘട്ടം ദുരൂഹമായി തന്നെ ഇരിക്കുകയാണല്ലോ. CPM പറയുന്നത്, ഇപ്പോഴും ഹസ്കറും ഇവിടെ പറഞ്ഞത്, ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കരിമണൽ ഖനനത്തിലുള്ള അനുമതി ഞങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ, സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കുകയായിരുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കേ കരിമണൽ ഖനനം പാടുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെ വ്യവസായ നയത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആ ഒരു കാത്തിരിപ്പ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്കറിയില്ല അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന്. പൊതുമേഖലയിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കുന്നതിനോ ഒക്കെയുള്ള തന്ത്രപരമായ ചില സമീപനങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടാവാം. KSIDC പോലും അങ്ങനെയാണല്ലോ. KSIDC അതുകൊണ്ടാണല്ലോ 14% ഓഹരി CMRL KSIDCക്ക് ഉള്ളത്. അതുകൊണ്ട് സ്വകാര്യ കമ്പനി എന്ന് CMRLനെ പറയാൻ പറ്റില്ലല്ലോ. സ്വകാര്യ കമ്പനിയാണ്, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് കേന്ദ്ര നിയമം പോലും അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം നടന്നിരിക്കാം. പക്ഷേ ഇതിനെല്ലാം മറുപടി കിട്ടേണ്ടത് ആവശ്യമല്ല. ഈ രീതിയിലുള്ള മറുപടി മതിയോ? ഏറ്റവും ഒടുവിൽ 2023 ഡിസംബർ 18 ഈ ഉത്തരവ് ക്യാൻസൽ ആയത്. അതുകൂടി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് മഞ്ജുഷ പറഞ്ഞതല്ല ശരിക്കും ശരി. അങ്ങനെ നടന്നിട്ടുണ്ട്. അത് മാത്യു കുഴൽനാടൻ്റെ ആ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പുറത്തുവിട്ട കടലാസുകളിൽ, അദ്ദേഹം കടലാസുകളൊന്നും പുറത്തുവിട്ടില്ല, പക്ഷെ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയിൽ പതിഞ്ഞ കടലാസുകളിൽ തന്നെ അത് വ്യക്തമാണ്. അതിൻ്റെ ഫയൽ നോട്ടിങ്ങുകൾ ഉൾപ്പെടെ ഈ KMML-നെയും IREL-നെയും കൂട്ടുപിടിച്ച് ഒരു CMRL-ന്, അതായത് ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ഈ പൊതുമേഖലാ കമ്പനികളുമായിട്ട് കൂടിയെങ്കിലും അവിടെ കരിമണൽ ഖനനം നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തിയത്. അവിടെ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വന്നതിന് ശേഷവും മുഖ്യമന്ത്രി ആ പഴുതുകൾ, എന്തെങ്കിലും ലൂപ്പ് ഹോൾ, ഏതെങ്കിലും തരത്തിൽ കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയ്ക്ക് പകരം അദ്ദേഹത്തിന് ക്വിഡ് പ്രോക്കോ ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് വെമ്പൽ കൊണ്ടിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഇവിടെ ജിൻഡോ പറഞ്ഞത് കൃത്യമാണ്. 2016 വിധി, 2016 ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് വിധി വരുന്നത്. അതിനുശേഷം അധികാരത്തിൽ വന്ന പിണറായി വിജയൻ 3 വർഷം ഒന്നും ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞാൽ അതും സത്യമായല്ലേ. 2018 ഇവിടെ വ്യവസായ നിയമം വന്നപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ ഉള്ളതായിരുന്നില്ല മലയാളത്തിൽ ഉണ്ടായിരുന്നത്. മലയാളത്തിൽ ഒരു വാചകം എഴുതി ചേർത്തു. അതെന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി വിധി അംഗീകരിക്കുമെന്ന്. സുപ്രീം കോടതി വിധി 2 തരത്തിലും വ്യാഖ്യാനിക്കാം. അത് എന്താണ്, പൊതുമേഖല അല്ലെങ്കിൽ സർക്കാരിന് ആ നോട്ടിഫിക്കേഷൻ ആ ഭൂമി തിരിച്ചെടുക്കാം എന്നുള്ളത് ഒരു വ്യാഖ്യാനം. മറ്റേത് എന്താണെന്ന് വെച്ചാൽ അത് കരിമണൽ കർത്തായ്ക്ക് തന്നെ അത് കൊടുക്കാം എന്നുള്ള ഒരു വ്യാഖ്യാനമാണ്. പ്രതിരോധം എന്ന് പറയുന്നത് ഞങ്ങൾ കൊടുത്തില്ലല്ലോ, UDF കൊടുക്കാൻ തീരുമാനമെടുത്തു, ഞങ്ങൾ കൊടുത്തില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് കൈകൾ ശുദ്ധമാക്കുകയാണ്. പക്ഷേ ആ നീക്കങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമ്മളിങ്ങനെ ചർച്ച ചെയ്താലും SFIOയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 2016-19 കാലഘട്ടം, പിന്നെ അത് കഴിഞ്ഞ് 2023 വരെയുള്ള സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ CMRL-ന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചു, ഇത് ചികഞ്ഞെടുക്കുവാൻ കഴിയുമോ ഇല്ലയോ? അങ്ങനെ ഒരു അന്വേഷണം നീളുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
SFIOയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ വീണ വിജയന്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ KSIDCയുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അതുകൂടാതെ CMRലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലുമായിട്ടും അന്വേഷിക്കുക. അല്ലാതെ ഇതിൽ മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തുമോ? ആദ്യം വീണ വിജയൻ അറസ്റ്റിലാകുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു ചോദ്യം ചെയ്യൽ നടക്കുകയോ ഒക്കെ ചെയ്താലാണ് ആ ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും ഇത് അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ. അറസ്റ്റിലേക്ക് നീങ്ങിയാൽ ഇവിടെ മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് കൈ കഴുകിയിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് 2 കൈ ഉയർത്തി കാണിക്കാൻ പറ്റുമോ? ഇവിടെ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും തൊലിക്കട്ടിയോടെ ഇനിയും ഇങ്ങനെ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷേ ഈ കാര്യത്തിൽ SFIO കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ എന്തായാലും ഇവിടുത്തെ ഈ CMRLന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് കിട്ടിയ അതിന്റെ കാരണം അതെന്തുകൊണ്ട് കൊടുത്തു, ആ പണം സേവനം ചെയ്യാതെ എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഇന്നലെ ഷോൺ ജോർജ് പുതിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ വസ്തുതകൾ ശരിയാണെന്ന് ഇന്നത്തെ ചില വാർത്തകൾ ഉറപ്പിക്കുന്നു. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കാനഡയിൽ ഈ എക്സാലോജിക്ക് മരവിപ്പിച്ചതിന് ശേഷം അതിന് തൊട്ട് മാസം തന്നെ കാനഡയിൽ വീണ വിജയൻ ഒരു കമ്പനി തുടങ്ങി. വീണ ടീ എന്ന് പറയാം ശ്രീ ഹസ്കറിന് വേണ്ടി. വീണ തായ്ക്കണ്ടി കാനഡയിൽ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ കാര്യം ഇന്നലെ ഷോൺ ജോർജിന്റെ പത്രസമ്മേളനത്തിൽ കൂടി പുറത്തു വന്നതിന് ശേഷം ആ കമ്പനിയുടെ ഉടമസ്ഥത ആയിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ പൂഴ്ത്താനും അതിൽ മാറ്റം വരുത്താനും ഇന്നലെ അപേക്ഷ പോയിട്ടുണ്ട്. അതിൽ വീണ വിജയൻ എന്ന അല്ലെങ്കിൽ വീണ ടീ എന്ന അതിന്റെ ഉടമസ്ഥയുടെ പേര് അതിൽ നിന്ന് മാറ്റാനും വീണ ടീയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ തന്നെ ഈ കാനഡയിലുള്ള കമ്പനിയുടെ പേര് ഒഴിവാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് ഭയങ്കര ഇത് മഞ്ഞുമലയുടെ അഗ്രം എന്നൊക്കെ പറയില്ലേ, ആ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ഇതിൽ കൂടുതൽ തട്ടിപ്പുകൾ, ഈ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ തട്ടിപ്പുകൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര വർഷം അല്ലെങ്കിൽ മാസം ജയിലിൽ കിടന്നതാണ്. പ്രതിരോധിച്ചു. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിപ്പോൾ ഈ കൂടുതലും ആരോപണങ്ങൾ എന്ന് താങ്കൾ പറയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിനും അപ്പുറം ഈ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതിൻ്റെ ഭാഗമായാണ് ഈ IREയുമായിട്ടും ഇന്ത്യൻ റെയറെക്സും KMMലുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഒരു പൊതുമേഖലാ സ്റ്റാറ്റസിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതിൻ്റെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സേവനം എന്താണെന്ന് ചോദിച്ചാൽ ഈ കരിമണൽ ഖനനത്തിനുള്ള അതാണല്ലോ അമൂല്യമായ ഒരു സേവനം എന്ന് പറയുന്നത്. CMRL എന്നും ആഗ്രഹിക്കുന്നത് ഇൽമനേറ്റ് കിട്ടുക എന്നുള്ളതാണ്, അവരുടെ പ്രൊഡക്ഷന് വേണ്ടി, അവരുടെ ലാഭത്തിന് വേണ്ടി. അത് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നു, ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം വരുന്നു. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പലർക്കും പണം നൽകാറുണ്ട്, അത് ഞങ്ങളുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് അംഗീകരിക്കണം, അങ്ങനെ നികുതിയിൽ നിന്ന് ഇളവ് നൽകണം. ഇത് അവരുടെ തന്നെ മൊഴിയുള്ളതാണ്, അവരുടെ ഫിനാൻസ് ഓഫീസറുടെ മൊഴിയുള്ളതാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്തിന് CMRLുമായിട്ട് ഇത്തരമൊരു ഇടപാട് നടത്തി? അതേ സമയത്ത് തന്നെ CMRL കരിമണൽ ഖനനത്തിനുള്ള അനുമതിക്ക് വേണ്ടി ഇൽമനേറ്റിനായി ഓടി നടക്കുന്നു. കൊല്ലത്തെയും ആലപ്പുഴയിലെയും തീരദേശ മേഖല ലക്ഷ്യം വയ്ക്കുന്നു. അവർക്ക് പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം വേണം. ആ സമയത്ത് മുഖ്യമന്ത്രി ഈ ഫയൽ വിളിച്ചു വരുത്തുന്നു. വ്യവസായ വകുപ്പ് ഒരു തീരുമാനമെടുത്തതാണ് അനുമതി കൊടുക്കേണ്ട എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുന്നു, ആ ഫയൽ സൂക്ഷിക്കുന്നു, AGക്ക് വിടുന്നു. AG തീരുമാനമെടുത്തിട്ടും സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നില്ല. ഒടുവിലെല്ലാം കഴിഞ്ഞ് ഈ വിവാദമൊക്കെ വെളിയിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഉത്തരവ് വ്യവസായ വകുപ്പിൽ നിന്ന് വരുന്നു. CMRLന് അനുമതിയില്ല, പുതിയ അപേക്ഷകളിലും തീരുമാനമെടുത്തിട്ടില്ല, അത് വേണ്ട എന്ന് വ്യവസായ വകുപ്പ് തീരുമാനിക്കുന്നതായി. അവിടെ എഴുതി ചേർത്തിരിക്കുന്നത് 2019 കേന്ദ്ര നിയമം അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അതിനെന്ത് കാത്തിരിപ്പാണ്? 4 വർഷം. മഞ്ജുഷേ, ശ്രീ മാത്യു കുളനാടൻ ഉന്നയിച്ച ഒരു ആരോപണത്തെ ചുവടുപിടിച്ചാണ് നമ്മളൊക്കെ ഇപ്പോഴും നിങ്ങളിങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ചർച്ചകൾ ആ വഴിക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ ചർച്ചകളുടെ മിനിറ്റ്സ്, മുഖ്യമന്ത്രി ആ യോഗത്തിന്റെ മിനിറ്റ്സ് P രാജീവ് പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അത് ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും മുഖ്യമന്ത്രി എന്തു നിർദ്ദേശങ്ങളാണ് നൽകിയത്. IREലും KMMലുമായിട്ടുള്ള ആ യോഗത്തെ സംബന്ധിച്ച് ആ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളൊന്ന് അങ്ങ് പരിശോധിക്കൂ. ഒന്നാമതായി അദ്ദേഹം നടത്തിയിട്ടുള്ള നിർദ്ദേശം, ഖനനം നടത്തുന്ന സ്ഥലത്ത് പ്രാദേശിക സമിതികളുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഖനനം നടത്താൻ പാടുള്ളൂ. IRE നടത്തുന്ന ഖനനത്തെ സംബന്ധിച്ചാണ്.
IREL നടത്തുന്ന ഖനനത്തെ സംബന്ധിച്ച് പ്രാദേശിക സമിതികളുടെ മേൽനോട്ടത്തിൽ മാത്രം ഖനനം നടത്തുന്നതിനുള്ള തീരുമാനം ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത്. 2, ഖനനം നടത്തിയിട്ടുള്ള പ്രദേശത്ത് റീഫില്ല് ചെയ്യുന്നത് പ്രോപ്പറായി റീഫില്ല് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. 3, അദ്ദേഹം വെച്ചിട്ടുള്ള നിർദ്ദേശം നേരത്തെ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുള്ള CNS, CN എന്നീ പറയുന്ന സമിതികളെ കൊണ്ട് തന്നെ വീണ്ടും അതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വെച്ച്. അല്ലാതെ CMRL-നെയും IREL-നെയും KMML-നെയും ചേർത്ത് പുതിയൊരു പൊതുമേഖലാ സ്ഥാപനം സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ വ്യവസായ വകുപ്പ് തീരുമാനമെടുത്ത ഒരു കാര്യത്തിൽ ഇത് വ്യവസായ വകുപ്പിന് തീരുമാനം കൂടി അവിടെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് AGയുടെ നിയമോപദേശത്തിന് വിടുക എന്ന് അങ്ങനെ നോട്ട് എഴുതിയത്? അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അവിടെ കേന്ദ്ര നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. 2 എണ്ണമുണ്ട്, 2 അമെൻമെന്റ് ഉണ്ട്. ഒരു അമെൻമെന്റ് പറയുന്നു പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പറ്റുകയുള്ളൂ തീരദേശത്ത്. 2ാമത്തെ അമെൻമെന്റിൽ പറയുന്നത് ഇതുവരെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ റദ്ദാക്കുക എന്നുള്ളതാണ്. 4 നോട്ടീസുകൾ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഈ 4 എണ്ണം എന്ന് ഞാൻ പറയാൻ കാരണം, 4 ഉത്തരവുകൾ എന്ന് ഞാൻ പറയാൻ കാരണം, വ്യവസായ വകുപ്പിന്റെ അവസാനത്തെ ഉത്തരവുണ്ടല്ലോ, അതിൽ ഈ 4 എണ്ണവും എടുത്തു കാണിച്ചിട്ടുണ്ട്. 10 പഴയ ഫയലുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ റെഫറൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൽ 4 എണ്ണം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ ഈ ഉത്തരവുകളുടെ പകർപ്പാണ്. ആ ഓർഡറുകൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തിനായിരുന്നു അമാന്തം? എന്നിട്ട് പിന്നെ എന്തിന് AGയുടെ നിയമോപദേശത്തിന് പോയി? AGയുടെ നിയമോപദേശം കിട്ടിയതിന് ശേഷവും, വ്യവസായ വകുപ്പ് തീരുമാനമെടുത്തതിന് ശേഷമാണ് AGയുടെ നിയമോപദേശത്തിന് പോയത്. അതിനും ശേഷം 2020 ആ ഫയൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ വ്യവസായ വകുപ്പിന്റെ 2023 ഉത്തരവിൽ വരുന്നത്. AGയുടെ നിയമോപദേശം കിട്ടിയ ആ ഫയലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ആ മറ്റൊരു ഫയലിനെ കുറിച്ചും അവിടെ പ്രതിപാദ്യമില്ല. അതായത് ആ 3 വർഷം ആ ഫയൽ ഇങ്ങനെ ഇരുന്നു എന്നാണോ? മഞ്ജുഷേ, സ്വാഭാവികമായും ഒരു നിയമപ്രശ്നം ഉദിക്കുന്ന ഒരു ഫയലിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടുക എന്ന് പറയുന്നത് നടാടെയുള്ള ഒരു സംഭവ വികാസമല്ല. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ഇക്കാര്യത്തിൽ ഫയലിനെ സംബന്ധിച്ച് തേടിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് രേഖകൾ നമ്മുടെ മുന്നിലുള്ളതാണ്. എന്നതുകൊണ്ട് ഖനനാനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിനാവശ്യമായ നിയമപരമായ പരിരക്ഷയുണ്ടോ എന്ന് പരിശോധിക്കാനല്ല. അവിടെ കൈകൾ ശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ അല്ല, മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമായിരിക്കണം. മുഖ്യമന്ത്രി അക്കാര്യം പറയുന്നു, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്. പക്ഷേ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് വീണ വിജയൻ CMRL നിന്ന് ഈ പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് അതെന്ത് സേവനമാണെന്ന് ഏജൻസികൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. അതിൽ അന്വേഷണം ഇപ്പോൾ വരുന്നു. അതേ കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടന്നത് എന്നതാണ്. അല്ലാതെ ഇത് ഇങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. ഇങ്ങനെ ചെയ്തിരിക്കാം, അങ്ങനെ ചെയ്തോ, ഇക്കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് 2016 മുതൽ 19 വരെയും പിന്നെ 2023 ഡിസംബർ 18 വരെയും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ മനസ്സ് തുറക്കാത്തത്? അതിനുള്ള അവസരമുണ്ടായിട്ട് കൂടി നിയമസഭയിൽ അതിനുള്ള അവസരം വന്നതാണല്ലോ. എന്തുകൊണ്ട് സ്പീക്കർ ഇടപെട്ട് ഉന്നയിക്കാൻ അനുവദിച്ചില്ല? അതിനൊരു മറുപടി ഇല്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? മഞ്ജുഷേ, ഒന്ന് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ ചർച്ച 1.72 കോടിയിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നുള്ളിടത്താണ്. 133.38 കോടി രൂപ പുറത്തു നിൽക്കുകയാണ്. അതിൽ 1/2 ഡസനോളം UDF നേതാക്കന്മാരുണ്ട്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ അന്വേഷണം വരികയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഇത് നിൽക്കുന്നതിന് കാരണം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് അലിഗേഷൻ. അങ്ങനെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. അത് മാത്രമല്ല, 2016 മുതൽ 2019 വരെയുള്ള ആ ദുരൂഹ കാലഘട്ടം, അതിന് ഇതുവരെ മുഖ്യമന്ത്രി പറയാത്ത മറുപടി, അതൊക്കെയാണ് കേരളം തേടുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ ആനന്ദ് കൊച്ചുകുടി. ചർച്ച അവസാനിപ്പിക്കുകയാണ്. പ്രൈം ഡിബേറ്റിൽ ഇന്നത്തെ ചോദ്യം, വീണ വിജയനെതിരായ SFIU അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമോ? സത്യം പുറത്തു വരുമെന്ന് 82% പ്രേക്ഷകർ വിശ്വസിക്കുന്നു. ഇല്ല എന്ന് 15%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.